ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു കുക്കീസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടില്ലേ ഒരു അണ്ടിപ്പരിപ്പ് അതുപോലെ നിലക്കടലൊക്കെ വെച്ചിട്ടുള്ള കുക്കീസ്. അപ്പോൾ അതേ ഒരു ടേസ്റ്റിലും പെർഫെക്റ്റ് സ്ട്രക്ചറിലും നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര പൊടിച്ചതാണ്. പൊടിച്ച പഞ്ചസാര തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/3 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 1/3 കപ്പ് എന്ന് പറയുമ്പോൾ 6 ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് ഓയിലാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാം. ബട്ടർ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആവും കേട്ടോ. ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് തണുത്ത ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 കപ്പ് ബട്ടറും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പ ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പ് മൈദ ആ സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആണ്. അപ്പോൾ എടുക്കുമ്പോൾ എല്ലാം വടിച്ചിട്ട് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, ബേക്കിംഗ് പൗഡർ. അപ്പോൾ 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അങ്ങ് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കുന്നത് കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് 1 ടീസ്പൂണ് വാനില എസൻസും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്ക പൊടിച്ചതൊക്കെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏലക്ക പൊടിച്ചത് തന്നെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ച് കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരിക്കലും വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. വെള്ളം ചേർത്ത് കൊടുത്താൽ നമ്മുടെ ബിസ്ക്കറ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണ് കൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. വെള്ളത്തിൻ്റെ കുറവുണ്ട് നമുക്ക് അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം പിന്നെ നമുക്കതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നിലക്കടലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിലക്കടലയ്ക്ക് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് വീണ്ടും നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം നമുക്കിത് നല്ല ഷേപ്പായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പോ അല്ലെങ്കിൽ ചതുരത്തിലോ ഒക്കെ ആക്കി കൊടുക്കാം. ഞാനിവിടെ ചതുരത്തിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ബോർഡിൽ ഇതുപോലെ അങ്ങ് ഷേപ്പാക്കി വെക്കുന്നുണ്ട്. നമുക്ക് എത്രയാണ് വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. പിന്നെ ഇത് കുറച്ച് സമയം ഒരു 10 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ശരിക്കും കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കുന്നുണ്ട്, പക്ഷേ വല്ലാണ്ട് കുറേ നേരം ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിലാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കി കട്ടർ ഉപയോഗിച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതേ ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ. കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളേ. അപ്പോൾ ഒരു 10 മിനിറ്റ് വെക്കുകയെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കറക്റ്റ് ഒരേ ഒരു ലെവലിലേക്ക് ഇത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് ഒരു ചതുരത്തിൻ്റെ ഒരു ഷേപ്പിലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫൈനായിട്ട് നമ്മൾ പൊടിച്ചെടുത്ത ആ ക്രഷ് ചെയ്ത ആ നിലക്കടല ഉണ്ടല്ലോ, അതിൽ ഫൈനായിട്ടുള്ള പൗഡറിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നല്ല ക്രഷായി നിൽക്കരുത്. ഫൈൻ പൗഡർ ഉണ്ടെങ്കിൽ അതിലതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ കണ്ടില്ലേ മേൽഭാഗത്തൊക്കെ ഇങ്ങനെ അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മേൽഭാഗത്തൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ പൊടികളൊക്കെ അല്ലേ. എന്നിട്ട് ഓയിൽ തടവിയിട്ടുള്ള നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്യാൻ പോകുന്നത് അതിൽ ഓയിൽ തടവിയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് അത് വെക്കുക.
ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഓവനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുമല്ലോ, ആദ്യം ഒരു പാന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ അതുപോലെ ചെയ്തെടുക്കുകയും ചെയ്യാം. സ്റ്റീൽ പാത്രത്തിലൊക്കെ ഇത് വെക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ 10 മിനിറ്റ് ഓവൺ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇത് കറക്റ്റാണ് കേട്ടോ, 15 മിനിറ്റ് ബേക്ക് ചെയ്യാൻ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ പാനിലാണ് സ്റ്റൗവിലാണ് വെക്കുന്നതെങ്കിൽ 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഓരോ സ്റ്റൗവിനനുസരിച്ച് ഫ്ലെയിമിനനുസരിച്ച് മാറ്റം വരും കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. അപ്പോൾ ഈ ചൂടോട് കൂടെ നമ്മൾ വിചാരിക്കും ഇത് കറക്റ്റ് ആയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ചൂടോട് കൂടി പുറത്തേക്ക് എടുക്കുമ്പോൾ ചെറിയ വല്ലാതെ ക്രിസ്പിനെസ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അത് തൊട്ട് നോക്കുമ്പം ചെറുതായിട്ട് സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് കണ്ടിട്ട് ആരും പേടിക്കേണ്ട, അത് ഒന്ന് തണുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ അതായത് നല്ല ചൂടാണ്. അപ്പോൾ ഒന്ന് എടുത്തിട്ട് കാണിക്കാം. അതിൻ്റെ അടിഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. 15 മിനിറ്റ് കറക്റ്റാണ് 180 ഡിഗ്രിയിൽ കേട്ടോ. കൺവെൻഷൻ ഓവനിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇതുപോലെയാണ് അതിൻ്റെ അടിഭാഗമൊക്കെ ഇരിക്കുന്നത്. ഇനി തണുത്തതിന് ശേഷം ഞാൻ ഇത് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇത് പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ഈ ഒരു കുക്കീസ് തയ്യാറാക്കിയെടുക്കുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പോ അതുപോലെ നിലക്കടലയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് പ്ലെയിൻ ആയിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. എന്നാലും നല്ല ടേസ്റ്റിയാണ്, പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുപോലെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.